നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? പെർഫെക്റ്റ് ടെൻസ്. സിമ്പിൾ ടെൻസ് പഠിച്ചു, സബ്ജക്റ്റ് വെർബ്. കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, വെർബിന്റെ ing ഫോം, ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി, ഷാൽ. ഇനി പെർഫെക്റ്റ് ടെൻസിൽ V3 എഴുതുന്നത് ഡു, ഡിഡ്, ഡൺ. ഡു, ഡിഡ്, ഡൺ എടുക്കുകയാണെങ്കിൽ ഡു പ്രസന്റ്, ഡിഡ് പാസ്റ്റ്, ഡണ്ണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. V3 കണ്ടാൽ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടാൽ അത് ഏത് ടെൻസ് ആയിരിക്കും? അത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞതുപോലെ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ ആ V3ക്ക് മുമ്പ് ഹാവിൻ്റെ ഫോംസ് ആണ് നമ്മൾ ചേർക്കുന്നത്. എന്തിൻ്റെ ഫോംസാണ് ചേർക്കുന്നത്? ഹാവ്. ഹാവിൻ്റെ ഫോംസ് ഏതൊക്കെയാ? പ്രസന്റ് ടെൻസിൽ ഹാവിൻ്റെ ഫോംസ് ഹാസ്, ഹാവ് ആയിരിക്കും. പ്രസന്റ് ടെൻസിൽ ഹാവിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് ഹാസ്, ഹാവ് ആണ്. ഇനി പാസ്റ്റ് ടെൻസിൽ ഹാവിൻ്റെ ഫോംസ് ഹാഡാണ്. പാസ്റ്റ് ടെൻസിൽ ഹാവിൻ്റെ ഫോം ഏതാണ്? ഹാഡാണ്. ഇനി ഫ്യൂച്ചർ ടെൻസിൽ ഹാവിൻ്റെ ഫോം വിൽ ഹാവ്, ഷാൾ ഹാവ്. ഏതാ? വിൽ ഹാവ്, ഷാൾ ഹാവ്. ഫ്യൂച്ചർ ടെൻസിൽ ഹാവിൻ്റെ ഫോം ഏതാണ്? വിൽ ഹാവ്, ഷാൾ ഹാവ്. ഒരു വെർബ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഡണ്ണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാസും ഹാവും ചേർത്താൽ ഏത് ടെൻസ് കിട്ടും? പ്രസന്റ് പെർഫെക്റ്റ് കിട്ടും. പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാർഡാണ് ചേർക്കുന്നതെങ്കിൽ ഏത് ടെൻസ് കിട്ടും? പാസ്റ്റ് പെർഫെക്റ്റ് കിട്ടും. പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് വിൽ ഹാവും ഷാൾ ഹാവും ആണെങ്കിൽ ഏത് ടെൻസ് കിട്ടും? ഫ്യൂച്ചർ പെർഫെക്റ്റ് കിട്ടും. എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ സ്പീക്ക് എന്ന് പറയുന്ന ഒരു വെർബ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. സ്പീക്ക് പാസ്റ്റ് ടെൻസ് സ്പോക്ക്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ V3 ആണ് എടുക്കേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എടുക്കേണ്ടത്. പ്രസന്റിൽ ഹാസ്, ഹാവ് ചേർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹാസും ഹാവും ചേർത്തിട്ട് V3 ആയ സ്പോക്കൺ എടുക്കുന്നു. V3 ആയ സ്പോക്കൺ എടുക്കുന്നു. ഹാസും ഹാവും ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഹാസ് സ്പോക്കൺ, ഹാവ് സ്പോക്കൺ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക അത് ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിന് മുമ്പ് ഹാസും ഹാവും ചേർക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ഈ വെർബ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? പാസ്റ്റിൽ തുടങ്ങിയിട്ട് പാസ്റ്റിലാണ് ഈ വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രസന്റിൽ ഫിനിഷ് ആവുന്നു. പ്രസന്റിൽ എന്ത് ചെയ്യുന്നു? ഫിനിഷ് ആവുന്നു. അങ്ങനെയുള്ള വെർബിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ചേർക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു വെർബ്, ഒരു ക്രിയ പ്രസന്റിൽ ഫിനിഷ് ചെയ്യുന്നെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഇങ്ങോട്ട് എഴുതാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മാത്രം എഴുതാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഏത് ഫോമാണ് നമ്മൾ എടുക്കുന്നത്? V3 ആണ് എടുക്കുന്നത്. ആ V3ക്ക് മുൻപ് പ്രസന്റ് പെർഫെക്റ്റിൽ ഹാവിന്റെ ഫോംസ് ആയ ഹാസും ഹാവും എടുക്കുന്നു. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. റൈറ്റ് ആണെങ്കിലോ ഹാസ്, റൈറ്റ്, റോഡ്, റിട്ടൺ. ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ. ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ. ടേക്ക് ആണെങ്കിലോ ഹാസ് ടേക്കൺ, ടേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ. ഹാസ് ടേക്കൺ, ഹാവ് ടേക്കൺ. ഹാസ് ടേക്കൺ, ഹാവ് ടേക്കൺ. അണ്ടർസ്റ്റാൻഡ്? ഹാസ് ടേക്കൺ, ഹാവ് ടേക്കൺ. റൈറ്റ് ആണെങ്കിൽ ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ. ടേക്ക് ആണെങ്കിൽ ടേക്ക്, ടുക്ക്, ടേക്കൺ. ഹാസ് ടേക്കൺ, ഹാവ് ടേക്കൺ. ഇനി എവിടെയാണ് ഇത് ചേർക്കുന്നത്? പ്രോനൗൺസിന്റെ കൂട്ടത്തിൽ ഷീ, ഹി. ഷീ, ഹി, ഹാസ്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഒരു ലെറ്റർ അവൾ എഴുതിയിട്ടുണ്ട്, എഴുതി കഴിഞ്ഞു. എപ്പോഴാണ് എഴുതി കഴിഞ്ഞത്? തുടങ്ങിയത് നേരത്തെ. ഷീ ഹാസ് റിട്ടൺ, he has written, but use have with
ഐ ആണെങ്കിൽ എന്തേ ചേർക്കത്തുള്ളൂ? ഹാവ്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. പ്ലൂറൽ സബ്ജക്റ്റ് ആയ ദേ ആണെങ്കിലോ ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. യു ആണെങ്കിലോ യു ഹാവ് റിട്ടൺ എ ലെറ്റർ. വിയോ വി ഹാവ് റിട്ടൺ എ ലെറ്റർ. She has written, he has written, I have written, they have written, you have written, we have written. ഇതെല്ലാം ഏത് ടെൻസാ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഒരു വെർബ് തരാം, അതിന്റെ ടെൻസ് എഴുതാൻ നോക്കണം. ടേക്ക്. ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ഏതാ? ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഏതാ ചേർക്കുന്നത്? V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ്. ഐ ഹാവ് ടേക്കൺ. ഷീ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടോ ഷീ ഹാസ് ടേക്കൺ. ഹി സിംഗുലർ ആയതുകൊണ്ട് ഹി ഹാസ് ടേക്കൺ. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ദേ ഹാവ് ടേക്കൺ. യു സിംഗുലറും പ്ലൂറലും ആണ്, പക്ഷെ പ്ലൂറലായിട്ടാണ് നോക്കുന്നത്. യു ഹാവ് ടേക്കൺ. വി ആണെങ്കിലോ വി ഹാവ് ടേക്കൺ. സീത ആണല്ലോ സീത ഹാസ് ടേക്കൺ. സീത ഹാസ് ടേക്കൺ. ദിസും ഇറ്റും ഒക്കെ ആണെങ്കിലോ ഹാസ് സിംഗുലർ ആണെങ്കിൽ. ദിസ് സിംഗുലർ ആണ്. ദിസ് ഹാസ്, ഇറ്റ് ഹാസ്. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഐ ഹാവ് ടേക്കൺ, ഷീ ഹാസ് ടേക്കൺ, ഹി ഹാസ് ടേക്കൺ, ദേ ഹാവ് ടേക്കൺ, യു ഹാവ് ടേക്കൺ, വി ഹാവ് ടേക്കൺ, ഷീ ഹാസ് ടേക്കൺ. വേറെ ഒരു വെർബ് കൂടി എഴുതണോ? മനസ്സിലായോ? മനസ്സിലായി. നിയമം പിന്നെ നമുക്ക് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ഇതിൽ പഠിക്കാം. പെർഫെക്റ്റ് ടെൻസ് മനസ്സിലായല്ലോ? പ്രസന്റ് പെർഫെക്റ്റ്.